അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മോർണിംഗിൽ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വ്ലോഗാണ് കേട്ടോ അത്. അപ്പോൾ ദോശയ്ക്ക് അരിയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ അരച്ചെടുത്തു. പിന്നെ ചിക്കനാണ് കറി വെക്കുന്നത്. അപ്പോൾ ചിക്കനും പാലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇക്കും മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മദ്രസ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ദോശ റെഡിയാക്കിയത്. കാരണം ദോശ ഒരുപാട് ടൈം വെച്ച് ചൂടൊക്കെ വേണമല്ലോ. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കണേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഉള്ള ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ദോശ ചട്ടിയൊക്കെ ചൂടായി ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുക്കർ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതിലിഞ്ഞ് 2 സവാളയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ കിട്ടുമ്പോഴത്തേന് ഇങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ചിക്കൻ കിട്ടിയാൽ കഴുകിയിട്ട് അങ്ങോട്ട് നമുക്ക് വേഗം 2 വിസിലടുപ്പിച്ചാൽ കറി റെഡി ആവുമല്ലോ. പിന്നെ രാവിലെ ഇപ്പം അങ്ങനെ ഒഴിവുണ്ടാവില്ല, സാധാരണ രാവിലെ ഒഴിവേ ഉണ്ടാവില്ല സ്കൂളിലെ ദിവസം. അപ്പോൾ പിന്നെ ഞാനും കൂടെ പോകൽ തുടങ്ങിയപ്പോൾ തീരെ ഒഴിവില്ല. ചില ദിവസം ഒരു സെക്കൻഡ് പോലും നിൽക്കാനും കൂടെ ഒഴിവുണ്ടാവില്ല കേട്ടോ. രാവിലെ 5 മണി ആ ഒരു ടൈമിൽ 5 മണിക്ക് എണീറ്റാൽ ഞാൻ 5:30 ആവും അടുക്കളയിലെത്താൻ എണീച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ വെള്ളിയാഴ്ച എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ചായ കുടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേഗം പെട്ടെന്ന് റെഡിയാക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളകൊക്കെ കീറിയിട്ടു. അപ്പോൾ പച്ചമുളക് ഏകദേശം നമ്മളെ മരത്തുമ്മൽ കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചും കൂടെ വിത്തൊക്കെ മുളപ്പിച്ച് ഇനിയും കുറച്ച് മുളകും തൈയും ഇതൊക്കെ റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഒഴിവുള്ള ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ആവും ചെയ്യുക. പിന്നെ തക്കാളി ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ അത് വഴണ്ട് വന്നതിന് ശേഷം അതിന് കുറച്ച് ഇതൊക്കെ മസാല എടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടോ. അപ്പോൾ നമ്മളെ കറി നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ ഒരു ചെറിയൊരു കിഴങ്ങും കൂടെ ഇട്ടെടുത്തു. അപ്പോൾ എപ്പോഴും ഞാൻ ചിക്കൻ കറിക്ക് ഒരു കിഴങ്ങെങ്കിലും ഇടും കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കിഴങ്ങ്, പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടെടുത്തു കേട്ടോ. പിന്നെ ക്ലാസ്സിന് പോകണതിനെ പറ്റി ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി. അപ്പം ഞാൻ ഒരു RTTC എന്നൊരു കോഴ്സാണ് ചെയ്യുന്നത്. 1 വർഷത്തെ കോഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നേ 8 വർഷം മുന്നേ ഞാൻ TTC സാധാരണ നമ്മൾ നോർമൽ TTC ഒക്കെ വേണ്ടി പോയിട്ടുണ്ടായിനി. പിന്നെ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ ഒരാഴ്ച ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയതേനി കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു നഷ്ടം നികത്താനും പിന്നെ പഠിച്ചോന് ഇപ്പോഴാവും പിന്നെ അതിനൊരു ടൈം കണക്കാക്കിയതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ സ്റ്റാർട്ടാവണം. ഇപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയല്ലോ. പിന്നെ ഓല കാര്യങ്ങളൊന്നും കൂടുതലും നമുക്ക് നോക്കാനില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇന്നിപ്പോൾ നിലത്തിരുന്നാട്ടോ ചായ കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ചുവന്നുള്ളില്ല, അതിൽ ഞാൻ സവാള ഇട്ടിട്ടാണ് തേങ്ങാച്ചോറ് റെഡിയാക്കുന്നത്. അരിയൊക്കെ അളന്ന് കഴുകി കുക്കറിൽ ഉലുവയും തേങ്ങയും ഉപ്പും പിന്നെ സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് വെയിറ്റൊക്കെ ഇട്ടെടുത്ത് ചോറോടെ വേവിക്കാൻ വെച്ച് പിന്നെ കുറച്ച് തൈരും കൂടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇഷുമോൾക്കൊക്കെ പോകാനായി ഞാനും ഒരുങ്ങിയിട്ടുണ്ടായിട്ടോ. ഞാൻ ഒരുങ്ങിയതിന് ശേഷമാണ് ഞാൻ ചോറ് ദമ്മൊക്കെ തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എനിക്കുള്ളത് പാക്കാക്കി വെക്കുകയാണ്. പിന്നെ പപ്പടം പൊരിക്കണം. അപ്പോൾ പപ്പടം ഒക്കെ പൊരിച്ച് സെറ്റാക്കി വെച്ചാലേ ഇക്കാക്ക് പള്ളിയിൽ പോയി വരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം കുറച്ച് റിസ്ക് ഉണ്ടോ ചോദിച്ചാൽ റിസ്ക് ഉണ്ടോ, ഇങ്ങനെ കുട്ടികളൊക്കെ വിട്ട് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കണമല്ലൊക്കെ ഉണ്ട്. അപ്പോൾ റിസ്ക് തന്നെ കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാനും വണ്ടിയിൽ കയറി ഇഷുവൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ പോകുമ്പോൾ കുട്ടീനെ അംഗൻവാടിയിൽ ഇറക്കി കൊടുക്കലാണ് കേട്ടോ. ഇക്കല്ലാത്ത ദിവസം കുറച്ചൊന്ന് ബുദ്ധിമുട്ടിനി. കാരണം ഞാൻ ആദ്യം ഇവിടെ അംഗൻവാടി വന്ന് പിന്നെ വീട്ടിൽ തന്നെ പോയിട്ട് പിന്നെ മാറ്റി ഒരുങ്ങിയിട്ടേന് കോളേജിൽ പോകല്. പക്ഷേ ഇപ്പം പിന്നെ ഞങ്ങൾ നേരെ ഒരുമിച്ച് മാറ്റി ഇറങ്ങി വന്നിട്ട് പിന്നെ ഓനെ ആദ്യം ഇറക്കി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ പോകലാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം അംഗൻവാടി വിടൽ 3:30ക്കാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് എൻ്റെ ക്ലാസ്സും കഴിയും. പിന്നെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം നമ്മൾക്ക് ക്ലാസ് ഇല്ല കേട്ടോ. അത് പിന്നെ അങ്ങനെ ആവണേന്ന് പ്രാർത്ഥിച്ച് ഇനി തുടങ്ങണേൻ്റെ മുന്നേ തന്നെ അപ്പോൾ അങ്ങനെ ആയും ചെയ്ത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഞാൻ കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസം നമ്മൾക്ക് ക്ലാസ്സിലെ ദിവസം മക്കൾക്ക് ഒഴിവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകാനാവില്ല എന്നാണ് വിചാരിച്ചത്. കാരണം ഓലെ നോക്കാൻ ആളില്ലല്ലോ. പിന്നെ അങ്ങനെ ഞാനിതാ അവിടെ എത്തി. അപ്പോൾ തന്നെ പ്രാർത്ഥനയും ബ്ലഡ്ജും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി. പിന്നെ നേരെ ക്ലാസ്സിൽ കയറി. പിന്നെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ലഞ്ച് ബ്രേക്ക് 1 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ 3:30 കറക്റ്റ് ഞാൻ വേഗം ഇറങ്ങും കേട്ടോ. 3:30 കറക്റ്റിനാണ് ക്ലാസ് കഴിയുക. പക്ഷെ ഞാനൊരു 25 ആകുമ്പോഴത്തേന് ഇറങ്ങും. മറ്റേത് 3:30ക്ക് അംഗൻവാടിയും വിടുമല്ലോ. അപ്പോൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയാണ് കേട്ടോ. പിന്നെ അവന് കുറച്ചും കൂടെ നടന്നപ്പോൾ പിന്നെ അവന് എടുക്കണം പറഞ്ഞേ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ
വന്ന് വണ്ടി കയറി. പിന്നെ വീട്ടിലെത്തി കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് മോള് വരിക. ഓള് ഞങ്ങളെത്തി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ രാവിലെ അവൾ ഇപ്പോൾ നടന്നാണ് പോകല്. മദ്രസ വിട്ട് വരുമ്പോഴത്തേന് നഴ്സറി വണ്ടി പോകും. അപ്പോൾ അതുകൊണ്ട് നടന്ന് പോകും. വൈകുന്നേരം നഴ്സറി വണ്ടിക്കാണ് കേട്ടോ വരിക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.